ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നത് the angle made with positive x-axis by two straight lines drawn from the point 2,3 and the meeting the line x plus y equals 6 at the distance root 2 by 3 from the point P is 3 theta 1 and theta 2. അല്ലെ, എന്താ ഇൻഫർമേഷൻ എന്താ? എടാ, ഞാൻ എക്സ് ആക്സ് വരച്ചു. ഞാൻ പറയുന്ന വൃത്തിയാണെന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എക്സ് ആക്സ് വരച്ചു. ഇതാണ് എക്സ് ആക്സ് എന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെ തന്ന ഇൻഫർമേഷൻ എന്താ? അങ്ങനെ എക്സ് ആക്സ് വരച്ചു ചോദിച്ചേ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, എക്സ് ആക്സ് വരച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്താ, ക്വസ്റ്റ്യൻ പറഞ്ഞത് ആംഗിൾ മെയ്ഡ് വിത്ത് എക്സ് ആക്സ്, പോസിറ്റീവ് എക്സ് ആക്സ് ബൈ ടു സ്ട്രെയിറ്റ് ലൈൻസ്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട് അല്ലെ. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 2,3 അപ്പൊ ഈ പോയിന്റ് ആരാ? 2,3 അല്ലെ. ഇവ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? തീറ്റ 1 തീറ്റ 2 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട് അല്ലെ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നുണ്ടാ, ഇങ്ങനെ വെച്ചിടോ. ഞാൻ വേണമെങ്കിൽ ഈ ലൈൻ ഒന്ന് നീട്ടി വെക്കാം. ഇതെങ്ങോട്ട് വരച്ചു. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? ആൻഡ് മീറ്റിംഗ് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 6 അറ്റ് ദ ഡിസ്റ്റൻസ് root 2 by 3 ഫ്രം ഇറ്റ് അല്ലെ. അതായത് വേറൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ ആരാ? എക്സ് പ്ലസ് വൈ ഈക്വൽ 6 അതെങ്ങനെയാട്ടെ? എക്സ് പ്ലസ് വൈ ഈക്വൽ 6. ഇത് എക്സ് പ്ലസ് വൈ ആരാ? 6 ആണ് അല്ലെ. ആ എക്സ് പ്ലസ് വൈ ഈക്വൽ 6നെ ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാ? ഈ ഡിസ്റ്റൻസ് എത്രയാ? root 2 by 3 ഓക്കെ, ഈ ഡിസ്റ്റൻസും എത്രയാണ്? root 2 by 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് കാണും? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 കാണും. ഇതല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞ് അല്ലെ. അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ, രണ്ട് ലൈൻ ഉണ്ട് അല്ലെ. ആ രണ്ട് ലൈനും ശരിക്കും പറഞ്ഞാൽ എന്താ, 2,3 പാസ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. യെസ്, രണ്ട് ലൈനും എന്ത് ചെയ്യുന്നുണ്ട്? root 2 by 2,3 പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ രണ്ട് ലൈനും എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഒന്ന് തീറ്റ 1 മറ്റെന്താണ്? തീറ്റ 2 ആണ് അല്ലെ. പിന്നെ ഈ രണ്ട് ലൈനുമേ വേറെ ലൈനെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ലൈൻ ആരാ? എക്സ് പ്ലസ് വൈ ഈക്വൽ 6 ആ മീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ? root 2 by 3 ആണ് അല്ലെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് root 2 by 3 ആണ്, ഈ ഡിസ്റ്റൻസ് എന്താണ്? root 2 by 3 ആണ് അല്ലെ. then we have to find the value of തീറ്റ 1 and തീറ്റ 2. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഞാൻ ആദ്യം ഈ ലൈൻ മാത്രം കൺസിഡർ ചെയ്യണേ. ഞാൻ പുതിയ പേജ് എടുക്കാം. എന്നിട്ടേ ഞാൻ ആ ലൈൻ മാത്രം കൺസിഡർ ചെയ്യട്ടോ. നോക്ക, ഈ ലൈൻ മാത്രം എടുത്തു. ഇത് എക്സ് ആക്സ് ആട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 ആണ് അല്ലെ. ഈ ആംഗിൾ തീറ്റ 1 ആണ്. ഓക്കെ, അവിടെ ഈ പോയിന്റ് 2,3 അല്ലെ. അങ്ങനെയെങ്കിലേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡിസ്റ്റൻസ് 6 ആണെങ്കിലേ ഈ പോയിന്റ് ആര് വരിക? നമ്മൾ പഠിച്ചല്ലേടാ പാരാമെട്രിക് ഫോം ഓഫ് ദി ലൈൻ അല്ലെ. എന്താ ഇതെന്ത് വരിക? ഈ ഡിസ്റ്റൻസ് 6 ആണ്. ഈ പോയിന്റ് ആരാ? 2 + r cos θ 3 + r sin θ അല്ലേ അല്ലെ. അവിടെ പഠിച്ചല്ലേ നമ്മള് 2 + r cos θ 3 + r sin θ ആണ് അല്ലെ. ഇനി അങ്ങനെയെങ്കിലേ അതിന് പുറമെ ഈ കാണുന്ന പോയിന്റ് വേറെ ലൈനിലെ പോയിന്റ് ആണെന്ന് പറഞ്ഞില്ലേ അല്ലെ. എടാ, ഇതല്ലേ 6 എന്ന ഡിസ്റ്റൻസ് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് 2,3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 6 നമുക്ക് root 2 by 3 എന്ന് കാണിട്ട് ഞാൻ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ലെങ്ത് 6 ആണെങ്കിൽ ഈ പോയിന്റ് ആരാ? 2 + r cos θ 3 + r sin θ അല്ലേ. 2 + r cos θ 3 + r sin θ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റ് ലൈനിലെ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. ഞാൻ ചെയ്യുന്നതാണ്. എടാ, ഈ കാണുന്ന പോയിന്റ് 2,3 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇത് 6 ആണെന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെ ആ ഡിസ്റ്റൻസിൽ ഈ പോയിന്റ് എന്താ വരിക? 2 + r cos θ 3 + r sin θ വരിക അല്ലെ. ഈ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ആ പോയിന്റ് ഈ ലൈനിലെ പോയിന്റാ. ഒരു പോയിന്റ് ഒരു ലൈനിലെ പോയിന്റ് ആവുമ്പോൾ ആ പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അപ്പൊ ഈ പോയിന്റ് 2 + r cos θ 3 + r sin θ ആണ് അല്ലെ. ആ പോയിന്റ് ഏത് ലൈനിലെ പോയിന്റാ? എക്സ് പ്ലസ് വൈ ഈക്വൽ 6 പോയിന്റാ അല്ലെ. അപ്പൊ പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ ഇത് ഇതിലായിട്ട് കൊടുക്കുക. അപ്പൊ എന്താ എക്സ് ആരാ? 2 + r cos θ 2 + r cos θ പ്ലസ് വൈ ആരാ? 3 + r sin θ ഈക്വൽ 6 ആയില്ലേ അല്ലെ. ഇപ്പൊ എന്താണ്? 2 + 3 എന്താ? 5 ആ 5 ഇങ്ങോട്ട് പോയ 6 - 5 1 ആവൂലേ. അപ്പൊ എന്താ? r cos θ + r sin θ ആരാ? 1 ആണ്. ഇനി 6 എന്താ? അവിടെ 6 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാ അല്ലെ. ആ ഡിസ്റ്റൻസ് root 2 by 3 അല്ലേ. അപ്പൊ 6 എന്താ? root 2 by 3 അല്ലെ. 6 എന്താ? root 2 by 3. അപ്പൊ എന്താ? root 2 by 3 cos θ + root 2 by 3 sin θ എന്തായി? 1 ആയി
അല്ലെ. ഇനി ഞാൻ വേണമെങ്കിൽ ആ √2/3 കോമൺ ആക്കി എടുക്കാം അല്ലെ. ആ √2/3 കോമൺ ആക്കി എടുത്തിട്ട് ഇങ്ങോട്ട് പോയത് √3/2 ആവൂലേ അല്ലെ. √3/2 ആവും അല്ലെ. അപ്പൊ എന്താ ബാക്കി cos θ പ്ലസ് sin θ, cos θ പ്ലസ് sin θ ഈക്വൽ ആരാ √3/2. ഇനി ഞാൻ രണ്ട് ഭാഗം സ്ക്വയർ. എടാ എന്റെ ലക്ഷ്യം തീറ്റ ആണ് കേട്ടോ. എടാ എനിക്ക് കാണാൻ അറിയാം തീറ്റയാണ് അല്ലെ. എടാ തീറ്റ എന്ന് പറഞ്ഞാലേ ഈ ആംഗിൾ θ1 θ2 ആണ് അല്ലെ. ഈ ആംഗിൾ എനിക്ക് കാണേണ്ടത് θ1 θ2. ഓക്കെ. എടാ ഞാൻ ഇവിടെ ഈ ശരിക്കും ആംഗിൾ θ1 കേട്ടോ. ഓക്കെ. പക്ഷെ ഞാൻ ഇവിടെ തീറ്റ ആക്കി എടുത്തു. അത് θ1 എന്ന് മനസ്സിലാക്കുക അല്ലെ. ഞാൻ തീറ്റ ആക്കി എടുത്തു. സോറി തീറ്റ കണ്ടുപിടിക്കാലോ. ആ തീറ്റ കണ്ടുപിടിച്ച് ആരെ കിട്ടും? θ1 കിട്ടാം അല്ലെ. എടാ തീറ്റ കണ്ടുപിടിച്ച് ആരെ എനിക്ക് കിട്ടുക? θ1 കിട്ടാട്ടോ. ആംഗിൾ θ1 ആണ്. ഇനി ഞാൻ θ1 ഇതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി തീറ്റ കൊടുത്തു. ഓക്കെ. അപ്പൊ എന്ത് വരിക? സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരിക? cos θ പ്ലസ് sin θ ഹോൾ സ്ക്വയർ അല്ലേ അല്ലെ. ഇവിടെ √3/2 സ്ക്വയർ അല്ലേ. ആ √3/2 സ്ക്വയർ 3/2 അല്ലേ അല്ലെ. എന്താ cos θ പ്ലസ് sin θ ഹോൾ സ്ക്വയർ? അവിടെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ a² പ്ലസ് b² പ്ലസ് 2ab അല്ലേ. അപ്പൊ എന്തിനാ cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ പ്ലസ് 2 cos θ sin θ 3/2 ആവില്ലേ അല്ലെ. അവിടെ cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ 1 അല്ലേ അല്ലെ. അവിടെ 2 cos θ sin θ sin 2θ അല്ലേ ഈക്വൽ ടു 3/2 അല്ലെ. അങ്ങനെ sin 2 എന്താവും? 3/2 മൈനസ് 1/2 അല്ലേ അല്ലെ. sin 2θ 1/2 അല്ലെ. എടാ സൈൻ എപ്പോഴാണ് 1/2 ആവാ? sin 30 1/2 ആണ്. sin 150 1/2 അല്ലേ അല്ലെ. എടാ sin 30 ഡിഗ്രി 1/2 ആണ് അല്ലെ. sin 150 ഡിഗ്രി 1/2 ആണ് അല്ലെ. അതായത് sin 1/2 ആവണമെങ്കിൽ 2θ ഒന്നെങ്കിൽ എന്താണ് 30 ഡിഗ്രി ആണ്. π/6 അല്ലേ അല്ലെ. അല്ലെങ്കിൽ എന്താണ് 5π/6 ആണ്. 150 ഡിഗ്രി ആവണ്ടേ അല്ലെ. അപ്പൊ തീറ്റ ആരാ? ഇത് ഇങ്ങോട്ട് പോയാൽ π/12 അല്ലേ അല്ലെ. ഓ ഇവിടെ പോലെ 5π/12 അല്ലേ. അപ്പൊ തീറ്റ ആരൊക്കെ π/12 ആയി 5π/12 ആയി അല്ലെ. എന്തുകൊണ്ടാണ് രണ്ട് തീറ്റ കിട്ടാൻ കാരണം? എടാ എനിക്ക് θ1 θ2 ഇല്ലേ അല്ലെ. എന്തുകൊണ്ടാണ്? ഞാൻ കൊടുത്ത കണ്ടീഷനല്ലോ. ഈ ഡിസ്റ്റൻസ് √2/3 cos θ കൊടുത്തില്ലേ അല്ലെ. അത് മാത്രമല്ലല്ലോ ഇതും √2/3 അല്ലേ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ രണ്ട് ലൈനിന്റെ കേസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ? എടാ ഇതും √2/3 ആണ്, ഇതും √2/3 ആ അല്ലെ. അപ്പൊ ഞാൻ ഇതെടുത്ത് കൊടുത്താലും ഒരേ കേസാ വരിക അല്ലെ. ഈ പോയിന്റ് എന്ത് വരിക? ഈ പോയിന്റ് എന്താണ്? ആ പോയിന്റ് എന്താണ്? ഇത് 2,3 അല്ലേ. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 2 + r cos θയും 3 + r sin θ അല്ലേ വരിക അല്ലെ. അപ്പൊ ഈ രണ്ട് പോയിന്റും ആ പോയിന്റ് വരിക അല്ലെ. അപ്പൊ സോളിയുമ്പോൾ രണ്ട് തീറ്റ കിട്ടും അല്ലെ. ഒരു θ1 മറ്റേ θ2 ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഒരാൾ θ1 അല്ലെ. അപ്പൊ ഇതിന് θ1 എടുക്കുക. അപ്പൊ ഇതാരാ? θ2 ആണ്. രണ്ടാളും കിട്ടി അല്ലെ. ഇനി കാണാൻ പറഞ്ഞ ആരെയാ? θ1 + θ2 അല്ലേ. എന്താ θ1 + θ2 ഇട്ടാ? θ1 ആരാ? π/12 അല്ലെ. θ2 ആരാ? 5π/12. π/12 + 5π/12 6π/12 അല്ലേ അല്ലെ. 6π/12 π/2 അല്ലേ വരാ. സോ ആൻസർ ഇസ് π/2 ആണ്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണെ. ഇവിടെ നിങ്ങൾക്ക് ആകെ രണ്ട് കാര്യം പാരാമെട്രിക് ഫോം ഓഫ് ലൈനാ അല്ലെ. ഈ പാരാമെട്രിക് ഫോം ഓഫ് ലൈനിലെ ഈ ആളെ സോളിമ കിട്ടുന്ന രണ്ട് തീറ്റകളാണ് അല്ലെ. ആ രണ്ട് തീറ്റയിൽ ഒരു തീറ്റ θ1 മറ്റേ തീറ്റ എന്താ? θ2 മനസ്സിലാക്കുക. ഓക്കെ.